ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എനിക്ക് കിട്ടിയ ഒരു മുട്ടൻ പണിയെക്കുറിച്ചാണ്. അതായത് ഞാൻ KSFE ചിട്ടിയിൽ ചേർന്ന് എനിക്ക് കിട്ടിയ ഒരു മുട്ടൻ പണിയെക്കുറിച്ച്. ഈ ഒരു മുട്ടൻ പണി കിട്ടാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ അറിവില്ലായ്മ തന്നെയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാനൊരു KSFE ചിട്ടിയിൽ ചേർന്നു. 3 ലക്ഷം രൂപയുടെ ചിട്ടിയായിരുന്നു അത്. മാസം 5000 രൂപ വെച്ച് 60 മാസം അടങ്ങുന്ന ഒരു ചിട്ടി. അപ്പോൾ ഞാനൊരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ചിട്ടി ചേർന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് KSFE ചിട്ടിയെ കുറിച്ച് ഒരു ചെറിയ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ KSFE ചിട്ടി ചേർന്ന് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ലേലം വിളിച്ച് ആ പൈസ കിട്ടിക്കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും ഒരു കൊളാട്രൽ വെച്ച് കഴിഞ്ഞാൽ മാത്രമാണ് ഈ പൈസ കിട്ടാമെന്ന് എനിക്കൊരു ചെറിയൊരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കണക്ക് കൂട്ടിയിരുന്ന കൊളാട്രൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു. ആ സുഹൃത്തിന്റെ സാലറി സർട്ടിഫിക്കറ്റ് ആയിരുന്നു. അദ്ദേഹം ഒരു കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്നു. എന്നാൽ ഞാൻ ഈ KSFE ചിട്ടി വിളിച്ചതിന് ശേഷം ഇത് ജാമ്യത്തിനായിട്ട് അവിടെ, അതായത് അവരുടെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, ജാമ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇത് ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ചെന്നപ്പോഴാണ് അറിയാൻ സാധിച്ചത് കേന്ദ്ര സർക്കാരിൻ്റെ ജീവനക്കാർക്കൊന്നും ഈ കൊളാട്രൽ, അതായത് ജാമ്യം നിൽക്കാൻ പറ്റില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങൾക്ക് പറ്റില്ല. അതുപോലെ തന്നെ അർദ്ധ സർക്കാർ സ്ഥാപന ജീവനക്കാർക്കും ജാമ്യം നിൽക്കാൻ പറ്റില്ല. കേരള ഗവൺമെന്റിന്റെ തന്നെ ചില ബോർഡിലുള്ള സർക്കാർ ജീവനക്കാരുണ്ടല്ലോ, അവർക്കും ഇതിന് പറ്റില്ല. അതായത് ചുരുക്കം ചില സർക്കാർ ജീവനക്കാർക്ക്, കേരള ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ഡയറക്റ്റ് സാലറി വാങ്ങുന്ന സർക്കാർ ജീവനക്കാരുടെ സാലറി സർട്ടിഫിക്കറ്റ് ആണ് ഇതിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുക. പിന്നെയുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് ആണ്, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ഥലം വെക്കാം. എന്നാൽ ഇതൊന്നും എനിക്ക് പ്രാക്ടിക്കലായിട്ട് തോന്നിയില്ല. കാരണം ഗോൾഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ SBIയിലൊക്കെ ചുരുങ്ങിയ പലിശയിൽ തന്നെ നമുക്ക് പണയം വെച്ചിട്ട് കാശ് കിട്ടും. വീട് വെക്കുക എന്ന് പറഞ്ഞത് 2 ലക്ഷം രൂപയ്ക്ക് ഒട്ടും പ്രാക്ടിക്കലായിട്ടും തോന്നിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അവസാനം ആ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് 60 മാസം, അതായത് ഈ കുറി തീരുന്നത് വരെ കാത്തിരിക്കേണ്ടി വന്നു. ഇങ്ങനെ നോക്കുമ്പോൾ എനിക്കത് വളരെ നഷ്ടമാണ്. കാരണം എന്താണ്, ഞാൻ വിളിച്ചത് 30% നഷ്ടത്തിലാണ്. അത് മാത്രമല്ല KSFEയുടെ കമ്മീഷൻ എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയത് 2 ലക്ഷം രൂപയ്ക്കാണ്. ചിട്ടിയിൽ ചേരുന്നതിന് പകരം 4000 രൂപ വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു 60 മാസം SIP മ്യൂച്വൽ ഫണ്ടിൽ ചെയ്തിരുന്നെങ്കിൽ പോലും എനിക്കൊരു 3.25 ലക്ഷം അല്ലെങ്കിൽ ഒരു 3.5 ലക്ഷം മിനിമം റിട്ടേൺസ് ഉണ്ടായേനെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുപോലുള്ള ചിട്ടിയിലൊക്കെ ചേരുന്നതിന് മുമ്പ് പൂർണ്ണമായിട്ടും ഇതിനെക്കുറിച്ച് അറിയാനും ജാമ്യ വ്യവസ്ഥകളും മറ്റെല്ലാം അറിഞ്ഞിട്ട് വേണം ഇതിൽ ചേരാൻ വേണ്ടിയിട്ട്. ഇനി KSFE ചിട്ടിയിൽ ചേരുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നിങ്ങൾ കുറിയിൽ ചേരുമ്പോൾ നമ്മൾ ജാമ്യം എന്താണ് അല്ലെങ്കിൽ കൊളാട്രൽ എന്താണെന്നുള്ള കാര്യത്തിൽ വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ജാമ്യം KSFE അക്സെപ്റ്റ് ചെയ്യുമെന്ന്, അവർ അംഗീകരിക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവണം. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേക ആവശ്യത്തിനായിരിക്കും പലപ്പോഴും ചിട്ടി ചേരുക. നമ്മൾ ഓടിച്ചെന്നിട്ട് ലേലം വിളിച്ചെടുക്കാമെന്ന് വിചാരിക്കണ്ട. പലപ്പോഴും കുറികൾ ആദ്യത്തെ 1 വർഷത്തോളം അല്ലെങ്കിൽ ചിലപ്പോൾ 2 വർഷത്തോളം ഒക്കെ നല്ല കോമ്പറ്റീഷൻ ഉണ്ടാവും വിളിയിൽ. അപ്പോൾ പലപ്പോഴും ലോസിൽ വിളിക്കേണ്ടി വരും. ഇപ്പം ഞാൻ വിളിച്ചത് 3 ലക്ഷത്തിന്റെ കുറിയായിരുന്നു. അത് 30% ലോസിലാണ് വിളിച്ചത്. ഇപ്പോൾ ഒരു 10 ലക്ഷത്തിന്റെ കുറിയാണെന്ന് വയ്ക്കുക. 30% ലോസ് എന്ന് പറഞ്ഞാൽ 3 ലക്ഷം രൂപയാണ്. 10 ലക്ഷത്തിന്റെ കുറിയാണെന്നുണ്ടെങ്കിൽ KSFEയുടെ കമ്മീഷൻ തന്നെ 5% എന്ന് പറയുമ്പോൾ 50,000 രൂപയും അതിന്റെ GSTയും വരും. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള കുറികൾ ഓടിച്ചെന്ന് വിളിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ വളരെ ലോസിൽ വിളിക്കേണ്ടി വരും. ഇനി വളരെ ലോസിൽ വിളിക്കാമെന്നിരിക്കും, വളരെ നഷ്ടത്തിൽ. അതായത് ഇപ്പോൾ 10 ലക്ഷത്തിന്റെ കുറിയൊക്കെ 7 ലക്ഷം, അതുപോലെ തന്നെ കമ്മീഷൻ കഴിച്ചു കഴിഞ്ഞാൽ 6.5 ലക്ഷമൊക്കെയാണ് നമുക്ക് കിട്ടുക. ഇനിയിപ്പോൾ അത് പോട്ടെ, 6.5 ലക്ഷത്തിന് വേണ്ടി നമ്മൾ വിളിക്കാന്ന് വിചാരിച്ച് ചെന്നാൽ പോലും അവിടെ കോമ്പറ്റീഷൻ ഉണ്ടാവും. അതായത് നമ്മൾ മാത്രമായിരിക്കില്ലേ വിളിക്കാൻ വേണ്ടിയിട്ടുണ്ടാവുക ലോസിന്. ഇതേ ലോസിന് വിളിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരെന്ത് ചെയ്യും, നമ്മളുടേത് നറുക്കെടുക്കും. ഈ നറുക്കെടുത്തിട്ട് അതിൽ കിട്ടിയാലൊക്കെ മാത്രമാണ് നമുക്ക് ഈ 6.5 ലക്ഷം തുടക്കത്തിൽ കിട്ടുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മളൊരു KSFEയുടെ ചിട്ടിയിൽ ചേരാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്ക് KSFE ചിട്ടിയുടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ, അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. മറ്റൊരു യൂസ്ഫുൾ ഇൻഫർമേഷനുമായി നമുക്ക് വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ.